പുറത്ത് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകൾ സംഭവിക്കുന്നുണ്ടെങ്കിലും മറുപുറത്ത് ജനജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. വളരെ പ്രധാനപ്പെട്ടതായി നമ്മൾ ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്തെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു പാചകവാതക സിലിണ്ടർ ക്ഷാമം. രൂക്ഷമായിരിക്കുന്നു. സിലിണ്ടർ ലഭിക്കാത്തതിനെ തുടർന്ന് കേരളത്തിലടക്കം പലയിടത്തും ഹോട്ടലുകളും കാറ്ററിംഗ് സ്ഥാപനങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. LPG ക്ഷാമത്തിൽ കൊച്ചി കോർപ്പറേഷനിലെ സമൃദ്ധി ഹോട്ടലുകളും പ്രതിസന്ധിയിലാണ്. പാചകവാതകം തീർന്നാൽ പകരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് കോർപ്പറേഷൻ അറിയിച്ചിട്ടുണ്ട്. പാചകവാതക പ്രതിസന്ധി സ്കൂളുകളെ അടക്കം ബാധിക്കുന്നു. ഗ്യാസ് ഏജൻസികളിൽ വിളിച്ചാൽ ഫോൺ പോലും എടുക്കാത്ത അവസ്ഥയാണെന്നും ജനം പരാതി പറയുന്നു. TV പ്രസാദ് ചേരുന്നു. പ്രസാദ്, ഈ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അറിയാമായിരുന്നു ഇത് കൂടുതൽ രൂക്ഷമാകുമെന്ന്. അത് യാഥാർത്ഥ്യമാവുകയാണ്. ഇനി വരും ദിവസങ്ങളിലും വലിയ ആശങ്കയിലേക്ക് നമ്മൾ പോകുമെന്നാണോ അറിയുന്നത്? ഈ പാചകവാതക പ്രതിസന്ധി, അതിനൊരു പരിഹാരം എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടെങ്കിലും ഒന്നും കേൾക്കുന്നുമില്ല. നിലവിലിപ്പോ എങ്ങനെയാണ്? താളം തെറ്റിയ മേഖലകൾ ഏതൊക്കെയാണ് പ്രസാദ്? റോഷിനി, ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം പോവുകയാണ് എന്നുള്ളതാണ്. ഇത് കേരളത്തിൽ മാത്രമുള്ളൊരു പ്രശ്നമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ. നേരത്തെ ചെന്നൈയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നും വന്ന വാർത്ത അവിടെ ഹോട്ടലുകൾ ധാരാളം പൂട്ടിത്തുടങ്ങിയെന്നായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വന്ന വാർത്ത. അത് കേരളത്തിലേക്കും വന്നു തുടങ്ങി എന്നതാണ്. ഇന്നലെ മുതൽ തന്നെ ചില ഹോട്ടലുകളിൽ പാചകവാതകം തീർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ തന്നെ നഗരത്തിലെ ചില ഹോട്ടലുകൾ പൂട്ടി. കൊച്ചിയിലും ആലപ്പുഴയിലും എല്ലാം ഇന്നലെ പൂട്ടുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്ന് ആയപ്പോഴേക്ക് തിരുവനന്തപുരം നഗരത്തിലെ തന്നെ പല ഹോട്ടലുകളും പൂട്ടിത്തുടങ്ങിയിട്ടുണ്ട്. കാരണം അവരുടെ കയ്യിലുള്ള സ്റ്റോക്ക് കഴിഞ്ഞു. കാരണം വാണിജ്യ അടിസ്ഥാനത്തിലുള്ള സിലിണ്ടറുകൾ പൂർണ്ണമായി വിതരണം ഗ്യാസ് ഏജൻസികളിൽ നിന്ന് നിന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. നിലവിലെ സാഹചര്യത്തിൽ വീട്ടുകാർക്ക് ബുക്ക് ചെയ്തവർക്ക് അപൂർവം ചിലർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ വീട്ടിലുള്ള പാചകവാതകം കൊടുക്കുന്നത് ഇപ്പോൾ തൽക്കാലം തടഞ്ഞിട്ടില്ല. അത് കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം, ഗ്യാസ് ഏജൻസികളിലേക്ക് ലോഡുകൾ വരുന്നില്ല എന്ന ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും ഗ്യാസ് ബുക്ക് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നാണ് വിശദീകരിക്കുന്നത്. അതോടൊപ്പം തന്നെയുള്ള പ്രതിസന്ധി, തിരുവനന്തപുരം, കൊച്ചി പോലെയുള്ള നഗരങ്ങളിൽ ഹോട്ടലുകൾ അടച്ചു തുടങ്ങിയാൽ അത് ജനജീവിതത്തെ ബാധിക്കും, കച്ചവടത്തെ ബാധിക്കും. ആളുകൾക്ക് നഗരത്തിൽ വരാൻ പറ്റാത്ത സ്ഥിതിയുണ്ടാകും. ഓഫീസുകൾ തുറന്നു പ്രവർത്തിക്കുന്നതിനെ ബാധിക്കും. തിരുവനന്തപുരത്താണെങ്കിൽ കോവളം പോലെയുള്ള മേഖലകളിൽ ചില ഹോട്ടലുകൾ ടൂറിസം മേഖലയാണ്, അതെല്ലാം അവിടെ അടച്ചു തുടങ്ങിയതായി, അടുക്കളയ്ക്ക് താഴ്ത്തതായി പലരും പറയുന്നുണ്ട്. വിറക് ഉപയോഗിക്കുന്നവർക്ക് ലോട്ടറി അടിക്കുന്ന സമയമാണ്. അവരാണ് കൃത്യമായി ഇപ്പോൾ ഭക്ഷണം വിതരണം ചെയ്യുന്നത്. അതിപ്പോൾ നഗരത്തിൽ കാര്യമായില്ല, റൂറൽ മേഖലയിലാണ് പ്രധാനമായും ഉള്ളത്. പക്ഷേ ഹോട്ടലുകളെക്കാളും പ്രതിസന്ധിയിലാകുന്നത് മറ്റ് ചില മേഖലകളാണ്. ഒന്നിച്ച് ഭക്ഷണം വയ്ക്കേണ്ടി വരുന്ന ഹോസ്റ്റലുകൾ, ഒന്നിച്ച് ആളുകൾ താമസിക്കുന്ന മറ്റിടങ്ങൾ, അതുപോലെ തന്നെ കേറ്ററിംഗ്, കല്യാണം പോലെയുള്ള ഫംഗ്ഷനുകൾ നടത്തുന്ന ഓഡിറ്റോറിയത്തിലെ ഭക്ഷണപാചകം, അതെല്ലാം താറുമാറാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ ഉച്ചതിരിഞ്ഞ് മുഖ്യമന്ത്രി, ഭക്ഷ്യമന്ത്രി, ചീഫ് സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുത്തുകൊണ്ടുള്ള യോഗം ചേരുന്നുണ്ട്. പൂഴ്ത്തിവയ്പ് തടയാനുള്ള വലിയ ശ്രമം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു പരിഹാരം എന്നുള്ളത് യഥേഷ്ടം നമുക്ക് പാചകവാതകം കിട്ടുക എന്നുള്ളതാണ്. എന്തായാലും ആ സ്റ്റേജിലേക്ക് സംസ്ഥാനം പോയിട്ടില്ല. വരുന്ന ദിവസങ്ങളിൽ എന്തായാലും പ്രതിസന്ധി രൂക്ഷമാവും. സ്റ്റോക്കുകളൊക്കെ കാലിയായി തുടങ്ങി. റോഷ്നി, അതാണ് പ്രസാദ് പറയുന്നത് പോലെ ഇന്നലെ തന്നെ പലരും പ്രതികരിക്കുന്നുണ്ടായിരുന്നു. 2 ദിവസത്തേക്കുള്ള ഗ്യാസ് സിലിണ്ടറിൽ ഇനി ബാക്കിയുള്ളൂ എന്നുള്ളത്. ഹോട്ടലുകൾ അടച്ചു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മുതലേ അടച്ചു തുടങ്ങിയിരിക്കുന്നു.